ക്ലാരിടെക് ഇൻഫോയിലേക്ക് സ്വാഗതം. പ്രതീക്ഷ തന്നെ റിസൾട്ട് വന്നോ? റിസൾട്ട് നമ്മൾ ആദ്യം എലിവേഷൻ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാപ്പിയാണ്, ഹാപ്പി കസ്റ്റമർ ആണ്. തീർച്ചയായിട്ടും. നമ്മുടെ സിറ്റൗട്ടിൽ ഗ്ലാഡിംഗ് ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്ചർ വർക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ 3D എടുത്ത സമയത്ത്, വീടിന്റെ 3D എടുത്ത സമയത്ത് ഇവിടെ ഇത് ഗ്ലാഡിംഗ് ടൈലാണ് വന്നിരുന്നത്. അതായത് കസ്റ്റമറിന്റെ ഇതിലാണ് ഗ്ലാഡിംഗ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഗ്ലാഡിംഗ് ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ പില്ലർ തൂണയിലും ആ ഗ്ലാഡിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമൈസ്ഡാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരമാണ് ടൈൽ. എല്ലാവരും നമ്മൾ ടൈൽ സെലക്ട് ചെയ്യുന്നത് കസ്റ്റമർ ആവശ്യപ്രകാരമാണ്. അത്യാവശ്യം പിന്നെ പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് ഏരിയ. ഓക്കെ, നമ്മളത്തെ ചെറിയൊരു സൗകര്യത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വസ്തുവിന്റെ ഒരു കിടപ്പുറകാരം. ഇത് എത്ര സെന്റ് ആണ് ടോട്ടൽ? അത് 5 സെന്റ്. 5 സെന്റ്. ഓക്കെ, ഇത് ലിവിംഗ് ഏരിയ ചേർന്ന് തന്നെ അതിന്റെ നടുക്കൂടെ ഒരു ചെയർ പോയിട്ട് നമ്മൾ അതിന്റെ അപ്പുറത്താണ് ഡൈനിങ്ങിന്റെ ഡൈനിങ് അവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്ത് ഡോർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പുറത്ത് പിന്നീട് ചെയ്യാൻ ഇതിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം ഇവിടെ പിന്നെ സാറ് ജിപ്സത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ ചെയ്താണ്. ഓക്കെ, ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കിടക്കുമ്പോൾ ലൈറ്റ് ഉണ്ട് കാണാറുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന് നമ്മള് പിന്നെ ജിപ്സം ചെയ്തിട്ടുണ്ട്. കിച്ചനകത്ത് നമ്മള് സിങ്ക്, അതുപോലെ തന്നെ 2 പവർ സോക്കറ്റ്, പിന്നീട് അവർക്ക് പിന്നെ ഇത് എക്സോസ് ഫാനിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ്. ഈ ഡിസൈൻ ഒക്കെ കസ്റ്റമറുടെ ഇതാണോ? കസ്റ്റമറുടെ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുള്ള പോയി സെലക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കും. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള അവർക്കാണുള്ളത് ചെയ്യണം. അവർക്ക് അതിനനുസരിച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മള് സ്റ്റെയർ നമ്മളിങ്ങനെ പരിമിതിക്ക് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു പോലെ സ്പേസ്. അവിടെ നിന്നാണ് നമ്മൾ സിറ്റൗട്ടിലോട്ട് ഇറങ്ങുന്നത്. സിറ്റൗട്ടിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മള് കുട്ടികളൊക്കെ വന്നാലും പുറത്തോട്ട് ഇതാവാതിരിക്കാനായിട്ട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തായിട്ട് നമ്മൾ ഫ്ലവർ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് നമ്മൾ ഫ്ലവർ വെക്കുന്നൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇനി ഒരു ബെഡ്റൂം ആണല്ലേ? ഒരു ബെഡ്റൂമാണ്. എത്ര സ്പേസ് ഉണ്ടല്ലേ? എത്ര സ്പേസ് ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ബഡ്ജറ്റ് ഹോമിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ് യുഎസ് ശ്രീരാജ്.